ഹലോ സ്റ്റുഡൻസ്, നമുക്ക് എടുക്കാനുള്ളത് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് മൊഡ്യൂളാണ്. ലാസ്റ്റ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. നമ്മൾ സ്ലോപ്പ് ഡിറ്റക്ടറും അതുപോലെ ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടറും ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്ററും PL ഡിമോഡുലേറ്ററും ഒക്കെ പഠിച്ചു. ഇതിൻ്റെയൊക്കെ വർക്കിംഗ് പഠിച്ചു. നമുക്കിനി കവർ ചെയ്യാനുള്ളത് ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ. എന്താണ് ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോൾ, എന്താണ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ, നോയ്സ് ഇൻ FM സിസ്റ്റം ആൻഡ് പ്രീ എംഫസിസ്. ഇതൊക്കെ ചെറിയ ടോപ്പിക്സാണ്. ഞാൻ പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി 6th മൊഡ്യൂളിൻ്റെ 2nd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. So, the pre-emphasis and de-emphasis are the circuit used for the suppression of unwanted noise. The noise has greater effect on higher modulating signals than lower ones. The effect of noise on high frequency can be reduced by artificially boosting them at transmitter and correspondingly attenuating them at receiver. The pre-emphasis operation performed at the transmitter is compensated by de-emphasis operation at the receiver. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രീ എംഫസിസ് ഡി എംഫസിസ് എന്നുള്ള കോൺസെപ്റ്റ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ FM ട്രാൻസ്മിറ്ററിൽ അതുപോലെ FM റിസീവറിൽ നമ്മുടെ മൊത്തം FM സിസ്റ്റത്തിൽ നോയ്സ് വരുന്നുണ്ടെങ്കിൽ ആ നോയ്സിൻ്റെ സപ്രഷന് വേണ്ടിയിട്ടാണ് പ്രീ എംഫസിസും ഡി എംഫസിസും യൂസ് ചെയ്യുന്നത്. സോ പ്രീ എംഫസിസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡി എംഫസിസ്. നമ്മൾ ഡിജിറ്റലിൽ മക്സ് ഡിമക്സ് പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻകോഡർ ഡീകോഡർ പഠിക്കുന്ന പോലെ, നമ്മൾ ട്രാൻസ്മിറ്റർ റിസീവർ പഠിക്കുന്ന പോലെ വളരെ ക്ലിയർ ആണ്. പ്രീ എംഫസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സർക്യൂട്ടാണ് എന്ത് വരിക, ഡി എംഫസിസ് വരിക. സോ ബോത്ത് ആർ യൂസ്ഡ് ഫോർ സപ്രഷൻ ഓഫ് അൺവാണ്ടഡ് നോയ്സ്. ഇതിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ ട്രാൻസ്മിറ്ററിൽ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവില്ല റിസീവറിൽ ചെയ്യുന്നത്. അതുപോലെ മക്സ് എന്താണോ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഡിമക്സ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രീ എംഫസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ദി എഫക്റ്റ് ഓഫ് നോയ്സ് ഓൺ ഹൈ ഫ്രീക്വൻസി ക്യാൻ ബി റെഡ്യൂസ്ഡ് ആർട്ടിഫിഷ്യലി ബൂസ്റ്റിംഗ് ദ അറ്റ് ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിൽ ഫ്രീക്വൻസിയെ എന്താണ് നമ്മൾ ബൂസ്റ്റ് ചെയ്തിട്ടും അതുപോലെ റിസീവറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസിയെ റെഡ്യൂസ് ചെയ്തിട്ടുമാണ് നമ്മൾ പ്രീ എംഫസിസ് അല്ലെങ്കിൽ ഡി എംഫസിസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം അത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ രണ്ട് കോൺസെപ്റ്റുകളും നോയ്സ് സപ്രഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പ്രീ എംഫസിസ് ബേസിക്കലി ട്രാൻസ്മിറ്ററിലും ഡി എംഫസിസ് ബേസിക്കലി റിസീവറിലും യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ്. സോ നിങ്ങൾ നോക്ക്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ദ ബൂസ്റ്റിംഗ് ഓഫ് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് ദ ട്രാൻസ്മിറ്റർ ഈസ് കോൾഡ് പ്രീ എംഫസിസ്. സോ ഹയർ എന്താണ്, നമ്മൾ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസിനെ ട്രാൻസ്മിറ്ററിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിനെയാണ് പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റിനുവേറ്റിംഗ് ദി ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് ദാറ്റ് റിസീവർ ഈസ് കോൾഡ് ഡി എംഫസിസ്. ഇതേ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്യും, ഡി എംഫസിൽ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ട്രാൻസ്മിറ്ററിലെ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യും, റിസീവറിലെ സിഗ്നലിനെ അറ്റിനുവേറ്റ് ചെയ്യും. സോ അതിൻ്റെ നെറ്റ് കോമ്പൻസേഷൻ വിൽ ബി 0. അപ്പോൾ എത്ര എമൗണ്ട് ആണോ നമ്മൾ ബൂസ്റ്റ് ചെയ്തത് അത്രയും എമൗണ്ട് നമ്മൾ അറ്റിനുവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ പ്രീ എംഫസിസും ഡി എംഫസിസും പറയുന്നത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു കേർവ് നിങ്ങൾ നോക്കുക. ഈ കേർവിൽ വാല്യൂസൊന്നും നിങ്ങളിപ്പോൾ കെയർ ചെയ്യേണ്ട, വാല്യൂസ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. സോ പ്രീ എംഫസിൽ നമ്മൾ ചെയ്ത കാര്യം എന്തായിരുന്നു, നമുക്ക് എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, വൈ ആക്സിസിൽ നമ്മൾ ചെയ്ത കാര്യം ആംപ്ലിറ്റ്യൂഡാണ് വൈ ആക്സിസിൽ വരുന്നത്. ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റർ സൈഡിൽ ഈ ഫ്രീക്വൻസിയെ നമ്മൾ അറ്റിനുവേറ്റ് ചെയ്തു. റിസീവർ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതേ ഫ്രീക്വൻസി എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റർ സൈഡിൽ നമ്മൾ ഈ ഫ്രീക്വൻസിയെ ബൂസ്റ്റ് ചെയ്തു. റിസീവർ സൈഡിൽ നമ്മൾ ഈ ഫ്രീക്വൻസി എന്ത് ചെയ്തു, അറ്റിനുവേറ്റ് ചെയ്തു. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ട്രാൻസ്മിറ്റർ സൈഡിൽ നടക്കുന്ന പ്രോസസ്സ് പ്രീ എംഫസിസും റിസീവർ സൈഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, ഡി എംഫസിസും ആണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീ എംഫസിസും ഡി എംഫസിസും. നിങ്ങൾ കേർവ് നോക്കുക, കേർവ് എങ്ങനെ വരച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ഈസ് പ്രീ എംഫസിസ്? ദ ബൂസ്റ്റിംഗ് ഓഫ് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് അറ്റ് ട്രാൻസ്മിറ്റർ ഈസ് കോൾഡ് പ്രീ എംഫസിസ്. The pre-emphasis help to amplify high frequency signal components such as they have magnitude higher than noise components. This leads the improvement of signal to noise ratio. ട്രാൻസ്മിറ്ററിൽ പെർഫോം ചെയ്യുന്നതാണ് പ്രീ എംഫസിസ്, ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിലും ബൂസ്റ്റ് ചെയ്യുന്നതാണ് പ്രീ എംഫസിസ്. പ്രീ എംഫസിസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നോയ്സ് കുറയുന്നതാണ് എൻ്റെ അർത്ഥം. ഇതാണ് പ്രീ എംഫസിസ് സർക്യൂട്ട്.
ഡി എംഫസിസ് എന്തായിരുന്നു? ഡി എംഫസിസ് ബേസിക്കലി ദ അറ്റ്യൂനേറ്റിംഗ് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് അറ്റ് റിസീവർ ഈസ് കോൾഡ് ഡി എംഫസിസ്. ഡി എംഫസിസ് ഡസ് എക്സാക്ട്ലി ദ റിവേഴ്സ് ഓഫ് പ്രീ എംഫസിസ്. ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദി റിസീവർ പാർട്ട്. ഇറ്റ് ഹെൽപ്പ് ബ്രിങ് ദി പ്രീ ആംപ്ലിഫൈഡ് സിഗ്നൽ ബാക്ക് ടു ദി നോർമൽ ആംപ്ലിറ്റ്യൂഡ് ലെവൽ. നമ്മൾ എത്രയാണോ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേ ലെവലിൻ്റെ അറ്റ്യൂനേഷൻ നമ്മൾ എന്തിൽ ചെയ്യും? റിസീവറിൽ ചെയ്യും. ഇറ്റ് ഈസ് എ സിമ്പിൾ ലോ പാസ് ഫിൽട്ടർ വിത്ത് ടൈം കോൺസ്റ്റൻറ്റ് ഈസ് അബൌട്ട് 75 മൈക്രോസെക്കൻഡ്. ഈ 75 മൈക്രോസെക്കൻഡ് എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ പറഞ്ഞു. എന്താണ് പ്രീ എംഫസിസ്, ഡി എംഫസിസ്, അതിൻ്റെ കേർവ് എങ്ങനെ വരയ്ക്കും, രണ്ടിൻ്റെയും കോൺസെപ്റ്റ് എന്താണ്. സോ നമുക്കിനി പഠിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു കേർവ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന കേർവ് നോക്കുക. എക്സ് ആക്സിൽ ഫ്രീക്വൻസിയാണ്, വൈ ആക്സിസിൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഇൻ ഡെസിബിളാണ്. സോ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം, ഞാനിപ്പോൾ ഒരു 75 മൈക്രോസെക്കൻഡ് എന്നുള്ളൊരു, നമ്മളിപ്പോൾ ഈ പോയിന്റിൽ ഓൾറെഡി പറഞ്ഞല്ലോ, ഡി എംഫസിസ് പറഞ്ഞപ്പോൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ ലോ പാസ് ഫിൽട്ടർ വിത്ത് ടൈം കോൺസ്റ്റൻറ്റ് ഈസ് അബൌട്ട് 75 മൈക്രോസെക്കൻഡ്. 75 മൈക്രോസെക്കൻഡ് ടൈം കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് അല്ലെങ്കിൽ എന്താണ് ഡി എംഫസിസ് അല്ലെങ്കിൽ പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 75 മൈക്രോസെക്കൻഡ് എന്നുള്ളത് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എ 75 മൈക്രോസെക്കൻഡ് പ്രീ എംഫസിസ് കറസ്പോണ്ടിങ് ടു ഫ്രീക്വൻസി റെസ്പോൺസ് വിച്ച് ഈസ് അപ് ടു 3 dB അറ്റ് എ ഫ്രീക്വൻസി ഹൂസ് ടൈം കോൺസ്റ്റൻറ്റ് ഈസ് RC ഈസ് 75. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? RC, അപ്പോൾ ഇത് ശരിക്കും ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ അറേഞ്ച്മെൻ്റ് ആണ്. അതിൽ RCയുടെ വാല്യൂ നമ്മൾ 75 മൈക്രോസെക്കൻഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി എത്ര വരും? ഫ്രീക്വൻസി വിൽ ബി 1/2πRC. നമുക്ക് തന്നെ അറിയാലോ, നമുക്കൊരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററുള്ള അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ആറിൻ്റെ വാല്യൂ ഇപ്പോൾ സപ്പോസ് നമ്മൾ എടുക്കുന്ന വാല്യൂ 75 ഓമും ഇതൊരു 1K. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. നമുക്കൊരു RC കിട്ടും. ഈ RC നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന RC ആണ്. അപ്പോൾ RCൻ്റെ വാല്യൂ നമ്മൾ 75 മൈക്രോസെക്കൻഡ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഫ്രീക്വൻസി? ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു 1/2πRC. RCൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RC എന്ന് പറഞ്ഞാൽ 75 മൈക്രോസെക്കൻഡ് ആയതുകൊണ്ട് 75 × 10⁻�6. അപ്പോൾ എനിക്കിവിടെ വാല്യൂ കിട്ടും 75 മൈക്രോസെക്കൻഡ് പ്രീ എംഫസിസ് അല്ലെങ്കിൽ കേർവാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ദ ഫ്രീക്വൻസി വിൽ ബി 2120. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾ നോക്കുക, ഇതിൻ്റെ കേർവ് നിങ്ങൾ നോക്കുന്നത് വളരെ ക്ലിയർ ആണ്. നമ്മൾ കേർവ് വരച്ചു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ലോവർ പോയിൻറ്റും അപ്പർ പോയിൻറ്റും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാലോ. വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ഇത് ഡെസിബലിലാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം പോയിൻറ്റ് നമ്മൾ എടുത്തു. ഇതാണ് സപ്പോസ് മാക്സിമം പോയിൻ്റ് എങ്കിൽ ഈ മാക്സിമം പോയിൻ്റ് നമ്മളൊരു 3 dB എന്നുള്ളൊരു ഫാക്ടർ മൈനസ് ചെയ്യും. നമ്മൾ ഓൾറെഡി ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ 3 dB ആണ് എപ്പോഴും നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ എക്സാക്ട്ലി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയായിരുന്നു. എൻ്റെ കേർവ് വരുന്നത് 75 മൈക്രോസെക്കൻഡ് ആണ്. അപ്പോൾ ഞാനിവിടെ 30 ഹെർട്സ് മുതൽ 15 kHz വരെയുള്ള സിഗ്നൽ ഫ്രീക്വൻസീസ് ഇവിടെ കാണിച്ചു. വളരെ ക്ലിയർ ആണ്. വളരെ ഒരു സ്പെസിഫിക് പോയിന്റ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രീ എംഫസിസ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്തു, ഡി എംഫസിസ് സിഗ്നലിനെ അറ്റ്യൂനേറ്റ് ചെയ്തു. അപ്പോൾ ഇത് എപ്പോഴാണ് 3 dBയിൽ ടച്ച് ചെയ്യുന്നത്? നിങ്ങൾ നോക്ക്, ഇത് 3 dBയിൽ ടച്ച് ചെയ്യുന്ന ഈ ഫ്രീക്വൻസി ആയിരിക്കും 2120 ഹെർട്സ്. എങ്ങനെ നമ്മൾ 2120 ഹെർട്സ് കണ്ടുപിടിച്ചത്? F = 1/2πRC എന്നുള്ള ഫോർമുല വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ, 2120 ഹെർട്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കേർവ് വരയ്ക്കുക. അപ്പോൾ 75 മൈക്രോസെക്കൻഡുള്ള കേർവ് വരയ്ക്കുകയാണെങ്കിൽ നോർമലി എക്സാക്ട്ലി 2120 ബൂസ്റ്റ് ചെയ്യുക. ഈ 2120 എത്തുമ്പോഴേക്കും ഇത് +3 dB അല്ലെങ്കിൽ -3 dB വരേക്കും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി റിമൈനിങ് പോയിന്റ്സ് ആണ് നമ്മൾ പ്രീ എംഫസിസിലും ഡി എംഫസിസിലും എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കേർവ്. ഇനി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ സർക്യൂട്ടാണ്. In the curve, it is observed that the emphasis circuit have 3 dB frequency of 2120 Hz. Pre-emphasis and de-emphasis circuit are shown below. The RC time constant can be adjusted to get the required de-emphasis curve. നിങ്ങൾ നോക്കുക, ഇതാണ് പ്രീ എംഫസിസ് സർക്യൂട്ട്. പ്രീ എംഫസിസ് സർക്യൂട്ടിൽ ഞാൻ ചെയ്ത കാര്യം എന്താ? ഒരു റെസിസ്റ്റർ ഒരു കപ്പാസിറ്റർ അല്ലേ, ഈ റെസിസ്റ്ററിന് പാരലായിട്ട് നമ്മൾ കപ്പാസിറ്റർ ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു സിമ്പിൾ RC അറേഞ്ച്മെൻ്റ് ആണ് പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. ഡി എംഫസിസ് നിങ്ങൾ കണ്ടോ? ഡി എംഫസിസ് ജസ്റ്റ് ഒരു ലോ പാസ് ഫിൽറ്റർ പോലെ അല്ലേ. സോ ഡി എംഫസിൽ ചെയ്യുന്നത് ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉള്ള ഔട്ട്പുട്ടിൽ നമ്മൾ കപ്പാസിറ്റർ എടുക്കുന്നത്. ഈ രീതിയിലുള്ള സർക്യൂട്ടാണ് ഡി എംഫസിനും പ്രീ എംഫസിനും യൂസ് ചെയ്യുക. അപ്പോൾ ഈ 75 മൈക്രോസെക്കൻഡുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ 75 മൈക്രോസെക്കൻഡ് ടൈം കോൺസ്റ്റൻറ്റ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും? ഈ ആറിലും സിയിലും കൊടുക്കുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് 75 മൈക്രോസെക്കൻഡ് വരിക അല്ലേ. അപ്പോൾ ഇതാണ് ജനറലി പ്രീ എംഫസിസും ഡി എംഫസിസും. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിക്ക്.
അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രീ എംഫസിസ് ഡി എംഫസിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡെഫിനീഷൻ, എങ്ങനെയാണ് അതിൻ്റെ കേവ് വരയ്ക്കുന്നത്, 75 മൈക്രോ സെക്കൻഡ് കേവ് നമ്മൾ എങ്ങനെ വരയ്ക്കും, അതുപോലെ അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.